ഒരു കാലത്ത് കമലഹാസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഭിമാനത്തോടു കൂടി നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ആ മനുഷ്യൻ ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നാൾ പുള്ളിയെ കാണാനില്ലായിരുന്നു. അങ്ങനെ പുള്ളി ഫീൽഡ് ഔട്ട് ആയി എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് നമ്മുടെ ലോകേഷ് കനകരാജ് പോയി പുള്ളിയെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരു സിനിമ ചെയ്യിച്ചു. പിന്നെ നടന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വിക്രം. അത് കഴിഞ്ഞ് പുള്ളി ഒരുപാട് സിനിമകളങ്ങ് അനൗൺസ് ചെയ്തു. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തോന്നി. യെസ്, കമലഹാസൻ ഈസ് ബാക്ക്. ഇനി നമുക്ക് പഴയ പോലുള്ള ആ നായകനും ഹേറാമും അൻപേഷിവും ഒക്കെ പോലെയുള്ള അടിപൊളി സിനിമകൾ കാണാം, പുള്ളിയുടെ വെറൈറ്റി പെർഫോമൻസുകൾ കാണാന്നൊക്കെ പറഞ്ഞുള്ളൊരു ഹാപ്പിനെസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന സാധനങ്ങളോ ഇന്ത്യൻ 2, രംഗരാജ ശക്തി വേൾ നായക്, തഗ് ലൈഫ്, ഇതിന്റെയൊക്കെ എന്ത് കാര്യമുണ്ട്? സത്യം പറഞ്ഞ ഈ രണ്ട് പടങ്ങളുടെയും ഒരാവശ്യവും ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ല. ഈ പടങ്ങൾ സംഭവിച്ചില്ലെന്ന് കരുതി തമിഴ് ഇൻഡസ്ട്രിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ത്യൻ 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് പാരഡി ആക്കി കളഞ്ഞു. ഇതൊക്കെ ചെയ്യുന്നത് പുതുതായിട്ട് വന്ന ഡയറക്ടേഴ്സ്, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡയറക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. ഓക്കെ, എക്സ്പീരിയൻസ് ഇല്ലായ്മ കൊണ്ടാണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് ഇൻഡസ്ട്രിയിലെ തന്നെ ടോപ്പ് ലീഗിലുള്ള ഡയറക്ടേഴ്സും ടോപ്പ് ലീഗിലുള്ള ആക്ടറുമാണ്. എന്താണ് ഇവർക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പ്രായം കൂടുമ്പോൾ ആൾക്കാർ കുട്ടികളാവുന്നെന്ന് പറയുന്ന പോലെ ഈ ഒരു കാലത്ത് ലെജൻഡ് ആയിരുന്നവരൊക്കെ പ്രായം കൂടുമ്പോൾ മണ്ടന്മാരാവുകയാണോ? സത്യം പറഞ്ഞ ഇന്ത്യൻ 1 കാണുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു വിലയുണ്ട്, ആ ക്യാരക്ടറിനുള്ളൊരു പവർ ഉണ്ട്. ഇന്ത്യൻ 2 അയാളെ വിളിച്ച് കോമഡിയാക്കി ഒരുപാട് കൊമേഴ്ഷ്യൽ സാധനങ്ങൾ കുത്തിക്കയറ്റാൻ നോക്കിയിട്ട് എന്തൊക്കെയൊക്കെയോ കാണിച്ച് ആ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് മൊത്തം കോമഡിയാക്കി. മൊത്തം ഒരുമാതിരി ഇന്ത്യൻ 1 സ്പൂഫ് ശങ്കർ എടുത്ത ഒരു ഫീലായിരുന്നു ഇന്ത്യൻ 2 കണ്ടപ്പോൾ കിട്ടിയത്. സ്പൂഫുകൾ കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും, ഇത് അത്ര പോലും വൃത്തി ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ 2 ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്ത്യൻ 3 കുറച്ച് ഭാഗങ്ങൾ ലാസ്റ്റ് കാണിച്ച് അത് ഭയങ്കര അടിപൊളിയായിരുന്നു, 3 വരുമ്പോൾ പൊളിക്കും എന്നൊക്കെ. ഒരു തേങ്ങയില്ല. ഇന്ത്യൻ 3 കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഇട്ടുള്ള സാധനം നമ്മൾ കണ്ടത്. ഒറിജിനൽ പടം വരുമ്പോൾ അതിൽ എന്താണ് പണി വെച്ചേക്കുന്നതെന്ന് ഈ അണ്ണന്മാർക്കേ അറിയുള്ളൂ. അതൊക്കെ ഇറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നൊരു സാധനം, നമ്മുടെ മണി സാറിന്റെ രംഗരാജ ശക്തി വേൾ നായക്. ഇന്ത്യൻ സിനിമ റീസെന്റ് കണ്ട ഏറ്റവും വലിയ സ്കാം ആയിരുന്നു ഈ തഗ് ലൈഫിന്റെ അനൗൺസ്മെന്റ് ടീസർ എന്ന് പറഞ്ഞ സാധനം. കമലഹാസൻ റിവേഴ്സ് ആയിട്ട് ഡയലോഗ് പറയുന്നു, റിവേഴ്സ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് തിരിച്ചിറക്കുന്നു. നമ്മുടെ നായകന്റെ ഒക്കെ പോലുള്ള 28 വർഷങ്ങൾക്ക് ശേഷം കമലഹാസനും മണിരത്നം ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ മൊത്തം പൊട്ടന്മാരാക്കിക്കൊണ്ട് മണിരത്നത്തിന്റെ തന്നെ ഇതുവരെ ഇറങ്ങിയ സിനിമകളുടെയൊക്കെ ചില ഭാഗങ്ങൾ ചുരണ്ടിയെടുത്ത് തമിഴിൽ ഇതിലുള്ള ആ സിനിമകളുടെയൊക്കെ ചില ഭാഗങ്ങളൊക്കെ ചുരണ്ടിയെടുത്ത് ഒരു മാഷപ്പ് വീഡിയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഏതോ ഒരു ഇന്റർവ്യൂവിൽ ആരോ പറയുന്നുണ്ടായിരുന്നു കമലഹാസന്റെ ഫോണിൽ 120ഓളം സ്ക്രിപ്റ്റുകൾ ഉണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ തമിഴ് സിനിമ രക്ഷപ്പെടും എന്നൊക്കെ. അയാളുടെ ഫോണിൽ നിന്ന് ഏതോ ഒരു സ്ക്രിപ്റ്റിന്റെ ഏതോ ഒരു അംശമാണ് ഈ തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ. അങ്ങനത്തെ സ്ക്രിപ്റ്റുകളാണ് ഐപാഡിൽ ഉണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അതൊന്ന് നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇതുപോലുള്ള അപരാധങ്ങൾ നമ്മൾ ഇനിയും കാണേണ്ടി വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമലഹാസന്റെ പഴയ സിനിമകളിൽ പുള്ളിയുടെ പെർഫോമൻസ് കണ്ട് നമ്മൾ കോരിത്തിരിച്ചിട്ടുണ്ട്. പുള്ളി കരയുന്ന കണ്ടിട്ട് നമുക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വന്ന 2 സിനിമകളിൽ ഇന്ത്യൻ 2 അവസാനം പുള്ളി കരയുന്ന ഒരു സീൻ ഉണ്ട്. അത് കണ്ട് ഓഡിയൻസ് തിയേറ്ററിൽ ഇരുന്ന് കൂട്ടച്ചിരിയായിരുന്നു. അത് തന്നെയാണ് ഇവിടെ രംഗരാജ ശക്തി വേളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വന്ന ഡയറക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. ഓക്കെ, അവർക്ക് അറിയില്ല, പരിചയസമ്പത്തില്ല എന്നൊക്കെ. ഇൻഡസ്ട്രിയിലെ തന്നെ ടോപ്പ് ലീഗിൽ ഉണ്ടായിരുന്ന ഇവർ രണ്ടുപേരുമാണ് ഇത്രയും നല്ല പൊട്ടൻഷ്യൽ ഉള്ള, ഇത്രയും നല്ല കാലിബർ ഉള്ള ഒരു ആക്ടറിനെ കൈ കിട്ടിയിട്ട് ഇമാതിരി അപരാധം പഠിച്ചുവിട്ടേക്കുന്നത്. നമ്മുടെ ദുൽഖറും അതുപോലെ രവി മോഹനും ഈ സിനിമകൾ റിജക്ട് ചെയ്തിട്ട് വേറെ ഓഫർ എടുത്തു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അവർ കാണിച്ചത് ഭയങ്കര ബുദ്ധിപരമായ തീരുമാനമാണ്. ദുൽഖർ ഇത് റിജക്ട് ചെയ്തിട്ട് പോയിട്ട് ലക്കി ഭാസ്കർ ചെയ്തു, വൻ ഹിറ്റായി മാറി. പക്ഷെ രവി മോഹന്റെ കാര്യം ആലോചിക്കുമ്പോൾ സഹതാപുണ്ട്. അയാൾ വിട്ടിട്ട് പോയത് ബോംബ്, എന്നിട്ട് ചെന്ന് പിടിച്ചത് ന്യൂക്ലിയർ ബോംബ്. ഇനി വരുന്ന പടങ്ങളെങ്കിലും പുള്ളിയുടെ ആ ഒരു ഷേക്കുള്ള പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്ത് പുള്ളിയെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ, കഴിയട്ടെ എന്ന് സിൻസിയർ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇനിയും ഇത് കാണാൻ വയ്യ.